അതായത് എനിക്ക് തോന്നുന്നു 3 മാസം മുൻപ് മറുനാടൻ്റെ എഡിറ്റർ ഷാജസ്കർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിരുന്നു. ഈ ഗൗതമിന്റെ വിഷയം പുതിയ വിഷയമല്ല. അത് എനിക്ക് തോന്നുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് 2024 ഫെബ്രുവരിയിൽ എന്തോ ആണ് ഈ 5 ലക്ഷം രൂപ GPay ചെയ്യുകയാണ് ഉണ്ടായത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, വ്യക്തമായ തെളിവുകളുണ്ട്. കഴിഞ്ഞ ഈ വർഷം ആദ്യമാണെന്ന് തോന്നുന്നു ഇതിൽ പറ്റിയത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കി അവര് പോലീസ് അവരുടെ അമ്മ മുഖേന പോലീസിൽ സമീപിക്കുകയും FIR ഇടുകയും ചെയ്തിരുന്നു. പക്ഷേ രാഗം രാധാകൃഷ്ണൻ ഒരു CPM കാരനാണ് ശരത്. അതുകൊണ്ട് തന്നെ ഇയാളെ തൊടില്ല. ഭരിക്കുന്ന പാർട്ടി ഇപ്പം ഇവരുടെയാണ്. ഒരുപാട് സ്വാധീനങ്ങളുണ്ട്. ഈ ഗൗതവുമായി അദ്ദേഹം സംസാരിക്കുന്നതിന്റെ ഓഡിയോ പിന്നീട് ആ വീഡിയോയുടെ ഭാഗത്ത് ചേർത്തിട്ടുണ്ട്. അതിൽ ഗൗതം ഷാജൻസ്കറിയയോട് പറയുന്ന വാക്കുകൾ, ഞാൻ അദ്ദേഹത്തിനെ വിശ്വസിച്ചിരുന്നു, പലതവണയായി എൻ്റെ വീട്ടിൽ വരികയും അങ്ങനെയാണ് വിശ്വാസം ഊട്ടിയുറപ്പിച്ചത്. എനിക്ക് എൻ്റെ വീട്ടിൽ അമ്മയും മുത്തശ്ശിയും മാത്രമാണുള്ളത്. അതായത് ഒരു വേറൊരാളില്ല, നാഥനില്ലാത്ത അല്ലെങ്കിൽ വേറൊരാൾ നോക്കാനും പറയാനും ഇല്ലാത്തൊരു വീടിൻ്റെ അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പ് ആയിരുന്നിരിക്കാം ഈ പറഞ്ഞതുപോലെ ഒരു 5 ലക്ഷം രൂപ കൊടുത്താൽ നീ ഡിഗ്രി കഴിഞ്ഞു വാ, ഡിഗ്രി കഴിയുമ്പോഴത്തേക്കിന് ഞങ്ങൾക്ക് ജോലി തരാമെന്ന് പറയുന്നു. അപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പത്രപ്രവർത്തനം എന്ന് പറയുമ്പോൾ പിന്നെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫിഗർ, അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന റിലയബിൾ ആയിട്ടുള്ള ഒരാൾ തോന്നുന്നത്. രാഗം രാധാകൃഷ്ണനെ കുറിച്ച് ഒരു 3 മാസം മുമ്പ് മറുനാടൻ മലയാളിയിൽ ചെയ്ത വീഡിയോയിൽ ഉൾപ്പെടെ ഇയാൾ എങ്ങനെയാണ് ആളുകളെ അപ്രോച്ച് ചെയ്യുന്നത്, ഒരു ജേർണലിസ്റ്റ് ആണെന്നൊരു എസ്റ്റാബ്ലിഷ്മെന്റിൽ ആളുകളെ പോയി ബ്ലാക്ക് മെയിൽ ചെയ്യുക, പീഡിപ്പിക്കുക, മാനസികമായി പീഡിപ്പിക്കുക, അയാളുടെ ഭീഷണി നടത്തുക, തട്ടിപ്പ് നടത്തുക എന്നുള്ള ഒരുപാട് പരാതികളുണ്ട്. പക്ഷെ ഇയാൾ ഈ ഗൗതമിനോട് ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്, എനിക്കത് പോലീസിനെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, കാര്യം എൻ്റെ കമ്പനിക്കാരെല്ലാം പോലീസുകാരുണ്ട്, എനിക്ക് സ്വാഭാവികമായിട്ട് അവരുടെ അടുത്തുനിന്ന് സപ്പോർട്ട് ധാരാളമായി ലഭിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല FIR ഇടുന്ന സമയം മുതൽ എല്ലാ ഘട്ടത്തിലും പോലീസിന്റെ അന്വേഷണത്തിൽ എല്ലാ കാര്യങ്ങളിലും ഈ രാഗം രാധാകൃഷ്ണന് പോലീസുകാർ ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ പോകുന്ന സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ തട്ടിക്കൂട്ട് കമ്പനിയാണ്. മാത്രമല്ല ഇവിടെ മറ്റൊരു കാര്യം, ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട്, അതായത് മാധ്യമ പ്രവർത്തനം അതുപോലെ പാർട്ടി സ്വാധീനമുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇവിടെ എന്തും ചെയ്യാം. കാരണം എന്തിനും ലൈസൻസ് ഉണ്ട്. പോലീസുമായിട്ട് ഏറ്റവും കോണ്ടാക്ട് ഉണ്ടാകും. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാഷ്ട്രീയ ഉന്നതന്മാരായിട്ട് സ്വാധീനമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇവനെ പോലെ ഒരാൾ എന്ത് ചെയ്യും എന്നുള്ളൊരു മെന്റാലിറ്റി ആയിരിക്കും ഇയാൾക്കുള്ളത്. മാത്രമല്ല മുകേഷിനെ ആലോചിച്ച് നോക്കുക, മുകേഷ് എല്ലാ കാലത്തും ഒരു ഫോൺ എടുക്കുമ്പോൾ പോലും തിരിച്ച് മാന്യമായിട്ടാണ് പിന്നീട് പെരുമാറിക്കൊണ്ടിരുന്നത്. ഈ ഒരു അമളിക്ക് ശേഷം ഇവിടെ എന്ത് പറയാനാണ്, ഒരു ആയുധങ്ങളൊന്നും ഇല്ലാതെ ഒരാൾ വിളിക്കുന്നു, നാളെ എനിക്കൊരു ഭീഷണിയാകില്ല എന്നൊരു കോൺഫിഡൻസ് അയാൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തിരിച്ച് ഈ രീതിയിൽ മറുപടി പറഞ്ഞത്.